നമസ്കാരം. ഞാൻ സിസ്റ്റർ സിസി വർഗീസ്, സെൻറ് ജോസഫ് കരുവഞ്ചാൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. സെപ്റ്റംബർ 28 പേപ്പട്ടി വിഷബാധ വിരുദ്ധ ദിനമായാണ് ആചരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് റാബീസ് എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഏതൊക്കെ മൃഗങ്ങൾ കടിച്ചാലാണ് പേവിഷബാധ ഉണ്ടാകുന്നത്? പട്ടി, പൂച്ച, ആട്, പശു തുടങ്ങിയ സസ്തനികളിലൂടെയാണ് മനുഷ്യനിലേക്ക് പേവിഷബാധ പടരുക. എലിയോ മുയലോ അണ്ണാനോ വവ്വാലോ ഒന്നും കടിച്ചാൽ സാധാരണയായി പേവിഷബാധ ഉണ്ടാകാറില്ല. പേവിഷബാധയുള്ള ഒരു മൃഗം കടിച്ചാൽ ആദ്യമായി എന്താണ് ചെയ്യേണ്ടത്? 10 മുതൽ 15 മിനിറ്റ് വരെ റണ്ണിങ് വാട്ടറിനടിയിൽ പിടിച്ചുകൊണ്ട് ആ ശരീരഭാഗം വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അതിനുശേഷം ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിച്ച് അവിടെ വൃത്തിയാക്കുക. ഡെറ്റോളോ ബിറ്റാഡിൻ ലോഷനോ ഉപയോഗിക്കാവുന്നതാണ്. 3 കാറ്റഗറിയായാണ് മുറിവുകളെ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത്, ആ മൃഗം ശരീരത്തിൽ എവിടെയെങ്കിലും നക്കുകയോ, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവും ഉണ്ടായിട്ടില്ല, നക്കുകയോ പേവിഷബാധയുള്ള മൃഗങ്ങളെ ഫീഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല, ശരീരഭാഗം കഴുകിയാൽ മാത്രം മതിയാവും. രണ്ടാമത്തെ കാറ്റഗറി മൈനർ എക്സ്പോഷറാണ്. നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗത്ത് പൂച്ചയോ പട്ടിയോ മാന്തുകയോ അതോടൊപ്പം രക്തം വരുന്ന തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് കാറ്റഗറി 2 ആണ്. ആൻറ്റി റേബീസ് വാക്സിൻ എടുക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തത് സിവിയർ എക്സ്പോഷറാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം വരത്തക്ക രീതിയിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാവുകയോ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് കാറ്റഗറി 3യിൽ പെടുന്നു. അതിനായി ആൻറ്റി റാബീസ് വാക്സിനും അതോടൊപ്പം ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കേണ്ടത് ആവശ്യമാണ്. സംശയങ്ങൾ ഉണ്ടാകാം, വാക്സിൻ എടുത്ത പട്ടിയാണ് കുത്തിവയ്പ്പ് എടുക്കേണ്ടതായ ആവശ്യമുണ്ടോ? വാക്സിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനോ വളർത്തുമൃഗങ്ങളിൽ ആൻറ്റിബോഡിയുടെ അളവ് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് വാക്സിൻ എടുക്കുക തന്നെ വേണം. രണ്ടാമതായി തോന്നുന്ന വേറൊരു സംശയം, നേരത്തെ വാക്സിനേഷൻ എടുത്തതാണ്, ഇനി വാക്സിനേഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ? കംപ്ലീറ്റ് വാക്സിനേഷൻ 4 പ്രാവശ്യം എടുത്തിട്ടുണ്ട് എങ്കിൽ, അടുത്ത എക്സ്പോഷർ 3 മാസത്തിനുള്ളിലാണെങ്കിൽ ഇനി ഒരു വാക്സിനേഷൻ ആവശ്യമില്ല. മുറിവ് വൃത്തിയായി കഴുകുക മാത്രം ചെയ്യുക. ഇത് കാറ്റഗറി 3യിൽപ്പെട്ട വൂണ്ടാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ആദ്യം 24 മണിക്കൂറിനുള്ളിൽ വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് 0 ഡോസായി കണക്കാക്കുന്നത്. 0, 3, 7, 28 എന്നീ ദിനങ്ങളിലാണ് വാക്സിൻ എടുക്കേണ്ടതായിട്ടുള്ളത്. 3 മാസത്തിന് ശേഷമാണ് രണ്ടാമതൊരു എക്സ്പോഷർ ഉണ്ടാകുന്നതെങ്കിൽ 0, 3 എന്നീ ദിവസങ്ങളിൽ അടുത്ത വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും നവജാത ശിശുക്കൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. ഒരു ദൂഷ്യഫലങ്ങളും ഉണ്ടാവുകയില്ല. 100% മോർട്ടാലിറ്റി ഉള്ള രോഗമായ ഈ റാബീസ് 100% പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, കൃത്യമായ വാക്സിനേഷൻ ഷെഡ്യൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. താങ്ക് യു.